മുഖ്യമന്ത്രി വി.ഡി. സതീശന് രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ വമ്പിച്ച സ്വീകരണമാണ് ലഭിച്ചത്. കേരള ഹൗസിലെത്തിയ മുഖ്യമന്ത്രിയെ യുവാക്കളും വിദ്യാർത്ഥികളും തൊഴിലാളികളുമെല്ലാം പൂക്കൾ വിതറിയും ആവേശത്തോടെ മുദ്രാവാക്യം വിളിച്ചുമാണ് സ്വീകരിച്ചത്. യു.ഡി.എഫ് 102 സീറ്റുമായി ഭരണത്തിലെത്തിയിട്ടും മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ 10 ദിവസമെടുത്ത സന്ദർഭത്തിലെല്ലാം ഡൽഹിയിൽ ജെൻസി ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ നിരാശയിലും രോഷത്തിലുമായിരുന്നു. അതെല്ലാം അവർ തെരുവിൽ പ്രകടിപ്പിക്കുകയും ചെയ്തു. ഡൽഹിയിൽ പഠിക്കുന്ന മലയാളി വിദ്യാർത്ഥികളിൽ ഒട്ടേറെ പേർ പുതിയ മുഖ്യമന്ത്രിയെ സ്വീകരിക്കാനെത്തിയിരുന്നു. കേരള ഹൗസ് ജീവനക്കാരും സ്വീകരണമൊരുക്കിയിരുന്നു. ഹാരവും പൊന്നാടയുമെല്ലാം അണിയിക്കാൻ അണികൾ മത്സരിക്കുന്നുണ്ടായിരുന്നു. മുഖ്യമന്ത്രി വളരെ സന്തോഷത്തോടെ എല്ലാവരെയും കൈവീശി കാണിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്തു. സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള AICC നേതാക്കളെ കാണാനും നന്ദി അറിയിക്കാനുമാണ് മുഖ്യമന്ത്രിയായ ശേഷമുള്ള കന്നിയാത്രയ്ക്ക് സതീശനെത്തിയത്. രാവിലെ തന്നെ AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ വീട്ടിലേക്കാണ് സതീശൻ പോയത്. വേണുഗോപാൽ മുഖ്യമന്ത്രിയെ സ്വീകരിച്ചു. സോണിയയെ മാത്രമല്ല, രാഹുലിന്റെയും പ്രിയങ്കയുടെയും വസതികളിലും മുഖ്യമന്ത്രി പോകുന്നുണ്ട്. ദീപാദാസ് മുൻഷി, മുകുൾ വാസ്നിക് എന്നിവരെയും കണ്ടേക്കും. പ്രധാനമന്ത്രിയെ കാണുന്നുണ്ടോ എന്ന് അറിവായിട്ടില്ല. കേരള ഹൗസിനോട് ചേർന്ന കൊച്ചിൻ ഹൗസിലാണ് മുഖ്യമന്ത്രിക്ക് താമസിക്കാൻ സൗകര്യമൊരുക്കിയിട്ടുള്ളത്. മുമ്പ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും കൊച്ചിൻ ഹൗസിലായിരുന്നു താമസം.